സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ ആകെ 7030 പെൻഷനുകളാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബജറ്റ് വർഷത്തിൽ ഈ ഇനത്തിനായി 21,84,00,000 രൂപ ഉൾപ്പെടെ നോൺ പ്ലാൻ ഗ്രാൻഡായി ആകെ 25,98,90,500 രൂപ വരെ പ്രതീക്ഷിക്കുന്നു. ചെലവുകൾ 2026-27 വർഷത്തിൽ അനിവാര്യ ചുമതലകൾക്കായി 11,50,76,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ശമ്പളം, ജനപ്രതിനിധികളുടെ ഹോണറേറിയം ഉൾപ്പെടെ ആകെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾക്കായി 7,74,65,000 രൂപ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നഗരസഭാ ഓഫീസിന്റെ വൈദ്യുതി ചാർജ് ഉൾപ്പെടെ ഓഫീസ് പരിപാലന, കേസുകളുടെ നടത്തിപ്പ്, വാഹനങ്ങളുടെ മെയിൻ്റനൻസ്, വാട്ടർ ചാർജ് ഉൾപ്പെടെ ആകെ ഭരണ ചെലവുകൾക്കായി 1,49,91,000 രൂപ പ്രത്യേകം നീക്കിവച്ചിട്ടുണ്ട്. നഗരസഭയുടെ വിവിധ സംരക്ഷണ ചുമതലകൾക്കായി 2,26,20,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതി ചെലവുകൾക്കായി ആകെ 18,73,41,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആയതിൽ 1,47,00,000 രൂപ ഉൽപ്പാദന മേഖലയിലും 14,86,41,000 രൂപ സേവന മേഖലയിലും 2,40,00,000 രൂപ പശ്ചാത്തല മേഖലയിലും ചെലവഴിക്കുന്നതിനാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. കൂടാതെ സ്ഥിരം ആസ്തികളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി 7,60,00,000 രൂപ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ സ്കൂളുകൾക്ക് ഭൂമി വാങ്ങുന്നതിനായി 40,00,000 രൂപയും റോഡ് വികസനത്തിനായുള്ള പദ്ധതികൾക്ക് 4 കോടി രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 1,70,00,000 രൂപയും തെരുവ് വിളക്കുകൾക്കായി 90,00,000 രൂപയും വാഹനങ്ങൾ വാങ്ങുന്നതിനായി 40,00,000 രൂപയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്പോൺസർ ചെയ്ത പദ്ധതിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് 21,84,000 രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഏറെ വികസന മുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. നെൽകൃഷിക്കുള്ള ധനസഹായത്തിന് പുറമെ മറ്റ് കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ പരമ്പരാഗത കൃഷി രീതിയിൽ നിന്നും മാറി തുള്ളിനന പോളി ഹൗസ് കൃഷി എന്നിവയിലേക്ക് കർഷകരെ മാറ്റുന്നതിനായി സബ്സിഡി ലഭ്യമാക്കും. കൂടാതെ ഗ്രോ ബാഗ്, ഇഞ്ചി, മഞ്ഞൾ കൃഷി പ്രോത്സാഹിപ്പിക്കും. 50 ഗ്രോ ബാഗുകൾ അടങ്ങിയ ഒരു യൂണിറ്റാക്കി നഗരസഭയിൽ 800 വീടുകളിൽ ഇതിന് പ്രയോജനം എത്തിക്കും. ഇതിനാവശ്യമായ സബ്സിഡി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നഗരസഭയിൽ മണ്ണ് പരിശോധന മുതൽ കീട നിയന്ത്രണം വരെ സ്മാർട്ട് ഫോൺ മുഖേന നിയന്ത്രിക്കാവുന്ന സാങ്കേതിക വിദ്യ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി സ്മാർട്ട് അഗ്രികൾച്ചറൽ ലാബ് സ്ഥാപിക്കുന്നതിനും ഇതിൻ്റെ ഭാഗമായി കേരള കാർഷിക സർവകലാശാലയുടെ സഹകരണത്തോടെ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ഹബ്ബ് നഗരസഭയിൽ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. തെങ്ങ്, പച്ചക്കറി, നെല്ല് എന്നിവയിൽ നിന്ന് വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും യന്ത്രസാമഗ്രികളും ലഭ്യമാക്കും. കർഷകരെ ഗ്രൂപ്പുകളായി തരംതിരിച്ച് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണിയിൽ എത്തിക്കാൻ അഗ്രി ബിസിനസ് കൺസോർഷ്യം രൂപീകരിക്കും. കാർഷിക മേഖലയ്ക്ക് സഹായകരമായ രീതിയിൽ തോടുകളുടെയും കുളങ്ങളുടെയും നവീകരണം പൂർത്തിയാക്കും. കാർഷിക മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള വിഹിതം ഉൽപ്പാദന മേഖലയ്ക്കായി നീക്കിവെച്ച തുകയിൽ നിന്നും കണ്ടെത്തും. കാർഷിക മേഖലയ്ക്ക് വകയിരുത്തിയ തുകയ്ക്ക് പുറമെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ബജറ്റ് വർഷത്തിൽ ഒരുക്കുന്നതാണ്. മൃഗസംരക്ഷണവും ക്ഷീരവികസനവും. മൃഗസംരക്ഷണത്തിന് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ക്ഷീരവികസനത്തിനായി 15 ലക്ഷം രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വനിതാ വികസനം. കുടുംബശ്രീ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് തൊഴിൽ കാർഷിക മേഖലയിൽ കുടുംബശ്രീയുമായി ചേർന്ന് വനിതാ ഘടക പദ്ധതികൾ രൂപീകരിക്കും. ഇതിനാവശ്യമായ തുകകൾ ബജറ്റിലെ വനിതാ ഘടക പദ്ധതികൾക്കായി നീക്കിവെച്ചിട്ടുള്ള 65 ലക്ഷം രൂപയിൽ നിന്നും ചെലവഴിക്കും. KSWMP പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി പേപ്പർ ബാഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. കോർഡിനേഷനും മോണിറ്ററിങ്ങും കുടുംബശ്രീയുടെ അക്രഡിറ്റഡ് പരിശീലന ഏജൻസി വഴിയാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി നടപ്പ് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തുക സ്പില്ലോവറായി ബജറ്റ് വർഷത്തിലും ഉൾപ്പെടുത്തുന്നതാണ്. വിദ്യാഭ്യാസം, കലാകായികം. നഗരസഭയിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ അന്വേഷിക്കുന്ന നഗരസഭയിലെ സ്കൂൾ അധ്യാപകർക്ക് ആധുനിക ബോധന രീതികളിൽ പരിശീലനം നൽകുക, വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ കരിയർ മാപ്പിംഗ് നടത്തുക, വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയ പഠന മാർഗങ്ങളിലും സ്വന്തം വിചാരങ്ങളെ തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇമോഷണൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള വിവിധ പരിശീലന പരിപാടികളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കുക എന്നിവ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. കൂടാതെ CDT, KSE,
എന്നീ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ ഒരു മുനിസിപ്പൽ സ്കിൽ അക്കാദമി സ്ഥാപിച്ച് തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കുന്നതിനും പദ്ധതി ലക്ഷ്യം വെക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനത്തിനായി നഗരസഭാ ഫണ്ടിന് പുറമെ വിവിധ ഗ്രാൻറ്റുകളും CSR ഫണ്ടുകളും കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. തിരൂരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പാചകപ്പുരയുടെ പൂർത്തീകരണത്തിനായി 30 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. കൂടാതെ പ്രസ്തുത സ്കൂളിലെ സ്റ്റേജിന് മുകളിലായി സ്മാർട്ട് റൂം നിർമ്മിക്കുന്നതിനായി 15 ലക്ഷം രൂപയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വെന്നിയൂർ GMUP സ്കൂളിന് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനായി 50 ലക്ഷം രൂപയും വിവിധ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുന്നതിനായി 60 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേൽ പ്രവൃത്തികൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതാണ്. കപ്പാട് GLP സ്കൂളിന് അത്യാവശ്യമായ സ്ഥലം അക്വസിഷൻ നടത്തുന്നതിനുള്ള നടപടികൾ ബജറ്റ് വർഷത്തിൽ ആരംഭിക്കുന്നതാണ്. നിലവിൽ 2.5 സെൻറ്റ് ഭൂമിയാണ് സ്കൂളിന് സ്വന്തമായിട്ടുള്ളത്. ഇതിലേക്ക് 17 സെൻറ്റ് കൂടി ലാൻഡ് അക്വസിഷൻ വഴി വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി 40 ലക്ഷം രൂപ ബജറ്റിൽ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നഗരസഭയിലെ മുഴുവൻ സ്കൂളുകളുടെയും മെയിൻ്റനൻസ് പ്രവൃത്തികൾ യഥാസമയം പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതാണ്. വർത്തമാന കോർണർ സ്ഥാപിക്കും. വയോജനങ്ങളുടെ ഉല്ലാസത്തിനായി വയോജന യാത്ര സംഘടിപ്പിക്കാൻ ബജറ്റ് വർഷത്തിൽ ലക്ഷ്യമിടുന്നു. ഇതിനായി വാർഷിക പദ്ധതിയിൽ നൂതന പദ്ധതിയായി പ്രൊജക്റ്റ് തയ്യാറാക്കും. ഭിന്നശേഷി ക്ഷേമ പരിപാടികൾ. ചന്തപ്പടി നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും. ഇതിൻ്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരുക്കും. ഭിന്നശേഷിക്കാർക്ക് സ്പീച്ച് തെറാപ്പിക്ക് പുറമെ ബിഹേവിയർ ഒക്യുപ്പേഷൻ തെറാപ്പി കൂടി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ബജറ്റ് വർഷത്തിൽ ഏർപ്പെടുത്തും. കൂടാതെ ഭിന്നശേഷി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സൗജന്യ തൊഴിൽ പരിശീലിച്ചപ്പെടുത്തുന്നതിനുമായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. പട്ടികജാതി ക്ഷേമത്തിനായി ബജറ്റിൽ 70,91,000 രൂപ ബജറ്റിൽ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ പദ്ധതി. പാലിയേറ്റീവ് കെയർ പദ്ധതി വിപുലീകരിക്കും. നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് സേവനം നൽകുന്നതിന് സർക്കാർ സംവിധാനത്തിന് പുറമെ സ്വകാര്യ മേഖലയുടേതായ നിരവധി പാലിയേറ്റീവ് യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ യൂണിറ്റുകളുടെ ഏകോപനവും മോണിറ്ററിംഗ് നഗരസഭാ തലത്തിൽ കൊണ്ടുവരും. ഇതിനായി പാലിയേറ്റീവ് ഗ്രിഡ് എന്ന പോർട്ടൽ വഴി പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നതിനും മികച്ച സേവനം ഉറപ്പുവരുത്തുന്നതിനും ബജറ്റ് വർഷത്തിൽ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി നിലവിൽ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന സംവിധാനത്തെ 2 മേഖലകളാക്കി 2 യൂണിറ്റായി പ്രവർത്തിപ്പിക്കും. ഇതിലേക്ക് ഒരു കമ്മ്യൂണിറ്റി നഴ്സിനെ അധികമായി നിയമിക്കും. കൂടാതെ പാലിയേറ്റീവ് സംവിധാനത്തിന് ഒരു വാഹനം ബജറ്റ് വർഷത്തിൽ വാങ്ങുന്നതിനുള്ള തുക ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിടപ്പ് രോഗികളുടെ സാമഗ്രികൾ വാങ്ങിയെത്തിക്കുന്നതിനായി സമന്വയ എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പിലാക്കും. ചാരിറ്റി സംഘടനകൾ നടത്തുന്ന പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾക്ക് സഹായകരമായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാധന സാമഗ്രികൾ വിതരണം ചെയ്യും. പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൻ്റെ ഭാഗമായി ബജറ്റ് വർഷത്തിൽ കിടപ്പ് രോഗികളെ പങ്കെടുപ്പിച്ച് പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിക്കും. പാലിയേറ്റീവ് പദ്ധതികൾക്ക് വിഹിതമായി 60 ലക്ഷം രൂപ ബജറ്റിൽ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ സമഗ്രമായ പുരോഗതി ബജറ്റ് വർഷത്തിൽ ലക്ഷ്യമിടുന്നു. ആരോഗ്യ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 2,50,00,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി 40 ലക്ഷം രൂപയും ആശുപത്രിയുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 50 ലക്ഷം രൂപയും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കായി 25 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിക്ക് ആവശ്യമായ തുക ബജറ്റിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയുടെ NPS പദവി നിലനിർത്തുന്നതിനും കായികൽപ്പ് ഉൾപ്പെടെയുള്ള അവാർഡുകൾക്ക് സജ്ജമാക്കുന്നതിന് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. ക്യാൻസർ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുന്നതിന് ജില്ലാ ആശുപത്രിയുമായി ചേർന്ന് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ബജറ്റ് വർഷത്തിൽ നടത്തുന്നതാണ്. നഗരസഭയിലെ നിർധനരായവർക്ക് കാൽമുട്ടിന് ആർത്രോസ്കോപ്പി സർജറി നടത്തുന്നതിനായി താങ്ങായി തണലായി പദ്ധതി നടപ്പിലാക്കും. ഇതിൻ്റെ ഭാഗമായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. തിരൂരങ്ങാടി നഗരസഭയിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇതിൻ്റെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായി വരുന്നു. ചന്തപ്പടി കക്കാട് ടാങ്കുകളുടെ നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. കരിവറമ്പ് മുതൽ പള്ളിപ്പടി വരെയുള്ള മെയിൻ പൈപ്പ് ലൈൻ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി അമൃത് പദ്ധതിയിൽ ഇതിനകം 800ഓളം പേർക്ക് ഹൗസ് കണക്ഷൻ നൽകി കഴിഞ്ഞു. പദ്ധതിയിൽ ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് ബജറ്റ് വർഷത്തോടെ പൂർണ്ണമായും കണക്ഷൻ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലുള്ള പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിന് ശേഷം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ശൃംഖലയെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മുഴുവൻ പ്രദേശങ്ങൾക്കും ആവശ്യത്തിന് ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. നഗരത്തിലെത്തുന്നവർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി പൊതു ഇടങ്ങളിൽ വാട്ടർ ATM സ്ഥാപിക്കും.
കുടിവെള്ള പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 1,15,00,000 രൂപ ബജറ്റിൽ പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയിൽ കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലപരിശോധന ലാബ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ നഗരസഭ സ്വരാജ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിലെ നിലയിൽ ഒരുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ശുചിത്വ മാലിന്യ സംസ്കരണ നിലവിലുള്ള മുഴുവൻ പ്രവൃത്തികളുടെയും നിർവഹണം ദ്രുതഗതിയിൽ ആരംഭിക്കുന്നതിനുള്ള ചർച്ചകളും പ്രവർത്തനങ്ങളും ബജറ്റ് വർഷത്തിൽ നടത്തുന്നതാണ്. ജൈവ മാലിന്യങ്ങളുടെ ഉറവിട സംസ്കരണത്തിനായി വിവിധതരം ബിന്നുകൾ വീടുകൾക്ക് നൽകും. കൂടാതെ പൊതു ഇടങ്ങളിൽ ജൈവ മാലിന്യ സംസ്കരണത്തിനായി തുമ്പുറുമ്പുഴി ഉൾപ്പെടെയുള്ള സംസ്കരണ ഉപാധികൾ നടപ്പിലാക്കും. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ സർവൈലൻസ് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ നഗരസഭയ്ക്ക് ആയിട്ടുണ്ട്. നിലവിലെ പോരായ്മകൾ പരിഹരിക്കും. ഇതിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലും പ്രത്യേകം സഞ്ചികൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനകൾക്ക് അധിക വരുമാനത്തിനായി തുണിസഞ്ചി, പേപ്പർ ബാഗ് പോലെയുള്ള യൂണിറ്റ് സ്ഥാപിച്ച് അവരെ സ്വയം പര്യാപ്തമാക്കാൻ പ്രത്യേക ബിസിനസ് ഡെവലപ്മെൻറ്റ് സ്കീം കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തും. ഹെൽത്ത് ഗ്രാൻറ്റുകൾക്ക് പുറമെ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് പ്രത്യേകമായിട്ട് 1,70,00,000 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. തിരൂരങ്ങാടി നഗരസഭയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായങ്ങളുടെയും അംഗനവാടികളുടെയും ഉൾപ്പെടെ മുഴുവൻ ഘടക സ്ഥാപനങ്ങളുടെയും ആവശ്യമായ മെയിൻ്റനൻസ് പ്രവൃത്തികൾ നടത്തും. ഇതിനാവശ്യമായ തുക മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തിയിട്ടുള്ള 1,50,00,000 രൂപയിൽ നിന്നും കണ്ടെത്തും. നഗരസഭയിലെ വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനുമായി 4 കോടി രൂപ ബജറ്റിൽ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നഗരസഭ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പാതയോരങ്ങളിൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വാർഷിക പദ്ധതിയിൽ പ്രത്യേകം തുക അനുവദിക്കുന്നതാണ്. നഗരസഭയുടെ ഓഫീസ് കെട്ടിടത്തിൽ 2ാം നിലയിലുള്ള MK ഹാജി മെമ്മോറിയൽ ഓഡിറ്റോറിയം നഗരസഭയുടെ ഉപയോഗത്തിന് പുറമെ പൊതുജനങ്ങൾക്ക് നിശ്ചിത വാടക നിശ്ചയിച്ച് ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാത്ത വിധം വിവിധ പരിപാടികൾക്കായി നൽകുന്നതിന് നഗരസഭ ആലോചിച്ചു വരുന്നു. ഇതിൻ്റെ ഭാഗമായി ഹാളിൽ AC-യും എക്കോ പ്രൂഫും പുതിയ മൈക്ക് സെറ്റ് സ്റ്റോവും സ്ഥാപിച്ച് ഹാളിനെ കൂടുതൽ നവീകരിക്കും. നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഇതിലൂടെ സാധിക്കുമെന്ന് കരുതുന്നു. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തെരുവുവിളക്കുകളുടെ മെയിൻ്റനൻസ് ഏകീകൃത സ്വഭാവത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് പരിപാലനത്തിനുമായി 1 കോടി രൂപയും കൂടാതെ തെരുവുവിളക്കുകൾക്കായി സ്ട്രീറ്റ് മെയിൻ വിപുലീകരിക്കുന്നതിനായി 30,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പ് വർഷത്തിൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ 73,38,340 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇതുവഴി 13,023 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ബജറ്റ് വർഷത്തിൽ 1 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. 16,260 തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിജ്ഞാന കേരളം പദ്ധതി അഭ്യസ്ത വിദ്യരും തൊഴിൽ നൈപുണ്യമുള്ളവരെയും തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിജ്ഞാന കേരളം. കഴിഞ്ഞ വർഷം നഗരസഭയിലും ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ നഗരസഭയ്ക്ക് 226 പേർക്ക് തൊഴിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ഈ ബജറ്റ് വർഷം ആരംഭിക്കും. ഓഫീസ് സേവനം നഗരസഭാ ഓഫീസിൻ്റെ അടിസ്ഥാന സേവന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഓഫീസ് മോഡേണൈസേഷൻ ആൻഡ് ISO സർട്ടിഫിക്കേഷൻ പദ്ധതി നടപ്പിലാക്കും. ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന നിലവാരത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് ISO സർട്ടിഫിക്കേഷൻ. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മികച്ച സേവനം ഏർപ്പെടുത്തി നഗരസഭ മുന്നേറുകയാണ്. അതിനാൽ ബജറ്റ് വർഷം തന്നെ നഗരസഭയ്ക്ക് ISO സർട്ടിഫിക്കേഷൻ നേടിയെടുക്കാനുള്ള അനുകൂല സാഹചര്യമാണുള്ളത്. ഇതിനാവശ്യമായ തുക ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നഗരസഭയിലും ഘടക സ്ഥാപനങ്ങളിലും ജീവനക്കാരുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിന് ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം ഒരുക്കും. ഇതിനാവശ്യമായ തുക ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നഗരസഭയിലെ ഓഫീസ് പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായി ഓഫീസ് നവീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി കാണുന്നു. കെട്ടിടം നവീകരിക്കൽ, ജീവനക്കാർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്കും ആവശ്യമായ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും നൽകൽ, ഫയലുകൾ ഡിജിറ്റലൈസ് ചെയ്യൽ, സ്മാർട്ട് സേവനം ഉപയോഗപ്പെടുത്തൽ എന്നിവയുടെ ഭാഗമായി ഓഫീസിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി ആരംഭിക്കും. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് GIS മാപ്പിംഗ്. ഈ പദ്ധതി പ്രകാരം നഗരസഭയിലെ മുഴുവൻ കെട്ടിടങ്ങളുടെ വിവരങ്ങളും മാപ്പ് ചെയ്യപ്പെടും. കൂടാതെ റോഡ്, ലാൻഡ് മാർക്കുകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയവയുടെ മാപ്പിംഗും ഇതിലൂടെ സാധ്യമാകും. നിലവിൽ പ്രവർത്തനം ആരംഭിച്ച ഈ പദ്ധതി ബജറ്റ് വർഷത്തിൽ പൂർത്തീകരിക്കും. ദുരിതാശ്വാസ പ്രവർത്തനം നഗരസഭാ ചെയർപേഴ്സൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇതിനകം ധാരാളം പേർക്ക് വിവിധ ചികിത്സക്കായി ധനസഹായം നൽകിയിട്ടുണ്ട്. കിഡ്നി, ക്യാൻസർ തുടങ്ങിയ രോഗബാധിതർക്കാണ് ഇതിനകം ധനസഹായം നൽകിയിട്ടുള്ളത്. യാതൊരു വിവേചനവും കൂടാതെ അർഹത പരിശോധിച്ച് 4,000 രൂപയാണ് കിഡ്നി ക്യാൻസർ രോഗികൾക്ക് നിലവിൽ നൽകി വരുന്നത്.
പ്രകൃതിക്ഷോഭം, അഗ്നിബാധ, പേമാരി, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, അത്യാഹിതം, മാറാരോഗങ്ങൾ എന്നിവ മൂലം ദുരിതമനുഭവിക്കുന്നവരും മുനിസിപ്പൽ പ്രദേശത്ത് സ്ഥിരതാമസക്കാരുമായവർക്കാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിന് അർഹതയുള്ളത്. ദുരിതാശ്വാസ നിധിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ബജറ്റ് വർഷത്തിൽ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഉദാരമനസ്കരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ച് നിധി മെച്ചപ്പെടുത്തും. കിഡ്നി ക്യാൻസർ രോഗികൾക്ക് ബജറ്റ് വർഷത്തിൽ 6000 രൂപ വീതം ധനസഹായം നൽകുന്നതിനാണ് ബജറ്റ് വർഷത്തിൽ വിഭാവനം ചെയ്യുന്നത്. 2026-27 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിൻ്റെ സംക്ഷിപ്ത വിവരങ്ങളും അക്കൗണ്ടുകളുമാണ് നഗരസഭാ കൗൺസിലിലെ ചർച്ചകൾക്കും അംഗീകാരത്തിനുമായി സമർപ്പിച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തി നമ്മുടെ നഗരത്തെ വികസിത നഗരമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറേണ്ടതുണ്ട്. ആ ദിശയിലേക്കുള്ള മുന്നോട്ടുള്ള പ്രയാണമാണ് ബജറ്റ് ലക്ഷ്യം വെക്കുന്നത്. നിർദ്ദേശങ്ങളെല്ലാം തനത് വർഷം കൊണ്ട് മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പരമാവധി ബജറ്റ് വർഷത്തിൽ തന്നെ നടപ്പിലാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾക്ക് നഗരസഭ രൂപം നൽകും. അതിവേഗം വളരുന്ന നഗരത്തിലെ ജനകീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നമുക്ക് ഒത്തൊരുമിച്ച് നീങ്ങാം. സർവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് 2026-27 വർഷത്തെ കൗൺസിൽ ചർച്ചകൾക്കും അംഗീകാരത്തിനു വേണ്ടി സമർപ്പിക്കുന്നു. നമസ്കാരം.